ഒരു ചായ കുടിക്കാൻ ആളുകൾ ദുബായിൽ നിന്നും വരെ വരുന്ന ചായക്കട. അതാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. സ്ഥലം പാലക്കാട് കൊല്ലങ്കോടാണ്. ആട് സിനിമയുടെ പല ഭാഗങ്ങളും ജയസൂര്യയുടെ മറ്റു പല ചിത്രങ്ങളും ഈ പ്രദേശത്താണ് ചിത്രീകരിച്ചത്. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പലതവണ ഇവിടെ എത്തിയിട്ടുള്ള ജയസൂര്യ സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരനെ പോലെ തന്നെ ഇവിടെയുള്ളവർക്ക് ഇപ്പോൾ പരിചിതനാണ്. ഇക്കുറി ഭാര്യ സരിതയെയും കൂട്ടിയാണ് എത്തിയത്. കണ്ടാലും തീരാത്ത പ്രകൃതിയുടെ മായക്കാഴ്ചകളും സ്നേഹം നിറഞ്ഞ മനുഷ്യരും മനോഹരമായ ചായക്കടയും ഉള്ള ഇവിടം ജയസൂര്യയുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണിന്ന്. ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട കൊല്ലങ്കോട്ടെ തേക്കിൻചിറയിലാണ് വരുന്നത്. ഒരുപാട് വീഡിയോകളിലും വ്ലോഗുകളിലുമെല്ലാം ഈ ചായക്കട താരമായിരുന്നു. എന്നാൽ വർഷം എത്ര കഴിഞ്ഞാലും ആ പഴമയും തനിമയും വിട്ടുപോകില്ല. ചുറ്റിലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഉള്ളത്. ഓലമേഞ്ഞ ഈ ചായക്കടയിൽ നിന്ന് നോക്കിയാൽ നെല്ലിയാമ്പതി മലനിരകളും പലയിടങ്ങളിൽ നിന്നായി ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും നീണ്ടു നിവർന്നു കിടക്കുന്ന നെൽവയലുകളുമെല്ലാം കാണാം. ആദ്യമേ ഈ ചായക്കടയെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഒരാഗ്രഹം തോന്നിയിട്ടാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോയത്. ആട് 3യുടെ ചിത്രീകരണം പാലക്കാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇടവേള കിട്ടിയപ്പോഴാണ് ഒന്നും നോക്കാതെ ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ ചായ എടുത്തു പറയേണ്ടതാണ്. എന്തൊരു രുചിയാണ്. ഭക്ഷണവും അങ്ങനെ തന്നെ. പിന്നെ എടുത്തു പറയേണ്ടതാണ് നാട്ടുകാരെക്കുറിച്ച്. വളരെ സ്വീറ്റായിട്ടുള്ള സ്നേഹമുള്ള ആളുകൾ. എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നവരാണ് എന്നാണ് മുൻപൊരിക്കൽ ജയസൂര്യ പറഞ്ഞിട്ടുള്ളത്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ എപ്പോഴൊന്നും നമുക്ക് കിട്ടില്ല, പ്രത്യേകിച്ചും നഗരങ്ങളിൽ. അവിടെ തിരക്കും ബഹളവുമെല്ലാമായി മിക്ക ദിവസവും കടന്നു പോകും. നമ്മൾ കാണാൻ കൊതിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് തന്നെ വരണം. ചെല്ലൻ ചേട്ടൻ 50 വർഷത്തിലധികമായി ഈ കട തുടങ്ങിയിട്ട്. ഈ ചായക്കട അന്വേഷിച്ച് ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ചെല്ലൻ ചേട്ടനും ഭാര്യ ചെന്താമരാക്ഷിയുമാണ് കടയുടെ എല്ലാം. വർഷങ്ങളായി ഇവിടെയുള്ളവർ. ചായയിട്ടും വരുന്നവരെ ഊട്ടിയും എക്സ്പീരിയൻസ് ഉള്ളവർ. അവരുടെ ചായയൊക്കെ രുചികരമല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൊല്ലങ്കോടും പരിസരവുമെല്ലാം വളരെ ഫേമസ് ആണെങ്കിലും ഇത് നൊസ്റ്റാൾജിക് ടൂറിസത്തിന്റെ ഭാഗം കൂടിയായാൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകും. ഇതിന്റെ ഭംഗി അതേപടി നിർത്തിക്കൊണ്ട് നൊസ്റ്റാൾജിക് ടൂറിസം വരണമെന്നാണ് ജയസൂര്യ പറയുന്നത്. യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് ജയസൂര്യ. ഇപ്പോൾ പല യാത്രകളിലും ഭാര്യയെയും ഒപ്പം കൂട്ടാറുണ്ട്. ഇത്തവണ സരിതയെയും കൂട്ടിയാണ് ചായക്കടയിലേക്ക് എത്തിയത്. ഭാര്യയെ പരിചയപ്പെടുത്തി നാട്ടുകാരനെ പോലെ ചായയും പരിപ്പോടെയും കഴിച്ച് ചെല്ലൻ ചേട്ടനോടും ഭാര്യയോടുമെല്ലാം ഏറെ നേരം സംസാരിച്ചാണ് ഇക്കുറി മടങ്ങിയത്. ജയസൂര്യ അഭിനയിച്ച സുസുധി, വാത്മീകം, ജിലേബി തുടങ്ങിയ സിനിമകളിലെല്ലാം പാലക്കാട് തന്നെയാണ് ചിത്രീകരിച്ചത്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പോകുമ്പോൾ പലപ്പോഴും ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. കാരണം ജോലിയുടെ ഭാഗമായാണ് ചിലയിടങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഒരു ഇടവേളയെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതാണെങ്കിൽ അത് ആസ്വദിക്കാനും നന്നായി മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ടുകൂടിയാണ് ഇടവേളകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ഇടങ്ങളും പോയി കാണുന്നതെന്നും ജയസൂര്യ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.